فمن فهم هذه المسألة التي وضحها الله في كتابه وهي أن المشركين الذين قاتلهم الله يدعون الله ويدعون غيره في الرخاء أما في الشدة فلا يدعون إلا الله. ഈ കാര്യം വ്യക്തമായി മനസ്സിലാക്കിയ ഒരുത്തൻ, ഈ കാര്യം ഖുർആൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ജാഹിലിയത്തിലെ ആളുകൾ ശിർക്ക് എന്താണെന്ന്. ഇത് ശരിയായി മനസ്സിലാക്കിയ ഒരുത്തൻ ആ ഖുർആൻ വിശദീകരിച്ച ഈ മസ്അല പ്രശ്നം എന്ന് പറയുന്നത് എന്താണ്? മുശ്രിക്കുകളായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു മുശ്രിക്കിനോട് യുദ്ധം ചെയ്തുവോ ആ ആളുകൾ ക്ഷേമമുണ്ടാകുമ്പോൾ അള്ളാഹു അല്ലാത്തവർ പ്രാർത്ഥിച്ചു, ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചു, ക്ഷേമമുണ്ടാകും അള്ളാഹു അല്ലാത്തവർ പ്രാർത്ഥിച്ചു. എന്നിട്ട് അവരെന്ത് ചെയ്തു? ബുദ്ധിമുട്ടുണ്ടാകും അവരുടെ ഔലിയാക്കന്മാരെ, സാദാത്യങ്ങളെ ഒക്കെ മറന്നു കളഞ്ഞു. ഇത് മനസ്സിലാക്കിയാൽ തബയ്യന ലഹുൽ ഫർഖു, വ്യത്യാസം ശരിക്കും മനസ്സിലാകും. ബൈന ശിർക്കി അഹ്ലി സമാനിന, അന്നത്തെ ആളുകളുടെയും ഇന്നത്തെ ആളുകളുടെയും ശിർക്ക് തമ്മിലുള്ള അന്തരം എന്താണെന്ന്. വശിർക്കൽ അവ്വലീൻ, അതുപോലെ തന്നെ പൂർവികരുടെ ശിർക്കും ഈ ശിർക്കും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവും. വലാകിൻ ഐന മൻ യഫ്ഹമു ഖൽബുഹു ഹാദിഹിൽ മസ്അല ഫഹ്മൻ റാസിഖൻ, എന്നാൽ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ മുസ്ലിമാണെന്ന് പറയുന്നവരുടെ കൂട്ടത്തിൽ ഐന മൻ യഫ്ഹമു ഖൽബുഹു ഹാദിഹിൽ മസ്അല, ഈ വിഷയം മനസ്സിൽ അടിയുറച്ച നിലക്ക് മനസ്സിലാക്കാൻ ആരുണ്ട് എന്നാ ശൈഖ് ചോദിക്കുന്നത്. ഇത് മനസ്സിലാക്കാൻ ആരുണ്ട്? ഏത് ഈ ശിർക്ക് ചെയ്യുന്ന ആൾക്കാർ മനസ്സിലാക്കുന്നില്ല. ഇനി ഞങ്ങളാണ് യഥാർത്ഥ തൗഹീദിന്റെ ആളുകൾ എന്ന് പറയുന്നവരും മനസ്സിലാക്കുന്നില്ല. കാരണം എന്താ? ഈ ജാഹിലിയത്തിലെ ആളുകൾ ചെയ്തതിനേക്കാൾ കൊടിയ ശിർക്ക് ചെയ്ത ആളുകളെയാണ് എന്ത് ചെയ്യുന്നത്? വെളുപ്പിക്കാൻ വേണ്ടി ചില ആളുകൾ ശ്രമിക്കുന്നത്. ഇവർക്കൊക്കെ ഉതിർമ്പിൽ ജഹലുണ്ട്, ഇവരൊന്നും മുശ്രിക്കുകൾ എന്ന് പറയാൻ പാടില്ല, ഇവരൊക്കെ പൊതു മുസ്ലിങ്ങളാണ് എന്ന് പറയുന്നവർ അവരും ഈ ചോദ്യപ്പെട്ടു. വലാകിൻ ഐന മൻ യഫ്ഹമു ഖൽബുഹു ഹാദിഹിൽ മസ്അല, ജാഹിലിയത്തിലെ ആളുകളുടെ ശിർക്കും ഇന്നത്തെ ആളുകളുടെ ശിർക്കും തമ്മിലുള്ള അന്തരവും അവരെക്കാൾ കൊടിയ മുശ്രിക്കുകളാണ് ഇന്നത്തെ ആളുകൾ എന്നും മനസ്സിലാക്കാൻ ഹൃദയമുള്ളവൻ ആരുണ്ട്? ഫഹ്മൻ റാസിഖൻ, ഈ പറഞ്ഞ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അടിയുറച്ച ഗ്രഹിക്കുന്നവർ ആരാണുള്ളത്? വല്ലാഹുൽ മുസ്തആൻ. അപ്പൊ ഷെയ്ഖിന്റെ ഈ അത്ഭുതം കുറൽ ആരെക്കുറിച്ചാ? രണ്ടു കൂട്ടരെ കുറിച്ചാണ്. ശിർക്ക് ചെയ്യുന്നവരെ കുറിച്ചും ശിർക്ക് ചെയ്യുന്ന മുശ്രിക്കുകളെ മുസ്ലിങ്ങളാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയും അതാണ് ദൈവത്തെന്ന് വിചാരിക്കുകയും ചെയ്യുന്ന സാധുക്കളെ കുറിച്ചും. രണ്ട് കാരണങ്ങളാൽ ജാഹിലിയത്തിലെ മുശ്രിക്കുകളുടെ ശിർക്ക് അഖഫാൻ, ഇക്കാലഘട്ടത്തിലെ ആളുടേത് ഭയങ്കരവുമാണ്. ഇനി രണ്ടാമത്തെ വിഷയം എന്താ? അല്ലെങ്കിൽ രണ്ടാമത്തെ കാരണം അന്നൽ അവ്വലീന യദ്ഉന മഅല്ലാഹി ഉനാസൻ മുഖറബീന ഇൻദല്ലാഹ് ഇമ്മാ നബിയ്യൻ വ ഇമ്മാ വലിയ്യൻ വ ഇമ്മാ മലായിക. ഇനി നേരത്തെ എപ്പോൾ ആരോട് പ്രാർത്ഥിച്ചു അതാണ് വിശദീകരിച്ചത്. ഇനി ആരോടൊക്കെ പ്രാർത്ഥിച്ചു ആ വിഷയത്തിലും രണ്ടു കൂട്ടരും അന്തരമുണ്ട്. ജാഹിലിയത്തിലെ ആളുകൾ പ്രാർത്ഥിച്ചത് ഉനാസൻ മുഖറബീന ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ സാമീപ്യം നൽകപ്പെട്ട മനുഷ്യന്മാരോടാണ്. എന്ന് പറഞ്ഞ ആരോടാ? ശൈഖിനെ വിശദീകരിച്ചു. നബിയ്യൻ, ഈസാ നബിയെ പോലെ നബിമാരായ ആളുകളോട്, വലിയൻ, വലിയായ ആളുകളോട്, നൂഹ് നബിന്റെ കാലഘട്ടത്തിലും അതുപോലെ തന്നെ മുശ്രിക്കുകൾ തന്നെയും. ഇബ്രാഹിം നബിയോട് ഇസ്മായിലിനോട് വായിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഇബ്രാഹിം നബി, ഇസ്മായിൽ നബി, ഈസാ നബി പോലുള്ള പ്രവാചകന്മാരോട്, അതുപോലെ തന്നെ സാലിഹ്യങ്ങളാണെന്ന് ഹദീസുകളിൽ വന്നിട്ടുള്ള ആളുകളോട്, വലിയകളോട്, അതുപോലെ മലക്കുകളോട്, ഇവരോടൊക്കെയാണ് അവർ പ്രാർത്ഥിച്ചത്. ഒന്ന്. രണ്ടാമത്തതോ ഔ യദ്ഉന അഹ്ജാറൻ വ അശ്ജാറൻ, പിന്നെ പ്രതിമകളോടും ആരാധിച്ചിട്ടുണ്ട്. ആ പ്രതിമകൾ എന്തുകൊണ്ടുണ്ടാക്കിയതാ? കല്ലുകൾ കൊണ്ടോ മരങ്ങൾ കൊണ്ടോ ഉണ്ടാക്കിയതാണ്. അമ്പിയാക്കളും ഔലിയാക്കളും മലായിക്കത്തും എന്ത് ചെയ്യൂല? അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യൂല. ഓല് തൗഹീദ് അനുസരിച്ച് ജീവിച്ച ശിർക്ക് ചെയ്യാത്ത നല്ല മനുഷ്യന്മാരാണ് ദുആ ചെയ്തത്. പിന്നെ രണ്ടാമതോ കല്ലും മരവും ശിർക്ക് ചെയ്യാത്ത സാധനങ്ങളാ. മനുഷ്യരല്ലാത്ത, ജിന്നുകളുമല്ലാത്ത ലോകത്തുള്ള ഒരു സാധനവും, ജീവിയാകട്ടെ, കല്ലാകട്ടെ, മരമാകട്ടെ, മണലാകട്ടെ, എന്താകട്ടെ, ഭൂമിയിലുള്ള അല്ലെങ്കിൽ ഭൂലോകത്ത് ആകാശത്തിന്റെ ഇടയിലായി ഭൂമിയിലുള്ള മനുഷ്യരും ജിന്നുകളുമല്ലാത്ത ഒന്നും ശിർക്ക് ചെയ്യുന്നില്ല. എല്ലാം അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കുന്നുള്ളൂ, തസ്ബീഹ് നടത്തുന്നുള്ളൂ എന്ന് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുള്ള സംഗതിയാണ്. അപ്പോ ഇവർ കല്ലിനെയും മരങ്ങളെയും ആരാധിച്ചു. അപ്പൊ ആ കല്ലും മരവും ആരാ? മുതീഅ ലില്ലാഹി തആല ലൈസ ബിആസിയ. ഇവർ ആരാധിച്ച കല്ലും മരവും അള്ളാഹുവിനെ അനുസരിക്കുന്ന വസ്തുക്കളാണ്, അള്ളാഹുവിനെ ധിക്കരിക്കുന്നവരല്ല. അപ്പൊ ഒന്നുകിൽ നല്ല നല്ല മനുഷ്യന്മാരെ, അല്ലെങ്കിൽ ശിർക്കോ തിന്മയോ ചെയ്യാത്ത കല്ലും മരവും പോലുള്ള സാധനങ്ങളെയാണ് അവർ ആരാധിച്ചത്. അപ്പൊ രണ്ടും അള്ളാന്റെ അടുക്കൽ ശിർക്കില്ലാത്ത, കുറ്റമില്ലാത്ത ആൾക്കാരാണ്. അപ്പൊ നല്ലവരെയും നല്ല വസ്തുക്കളെയും ആരാധിച്ചു. ഈ രണ്ടു കൂട്ടരും, ഇത് ഔലിയാക്കളും നബിമാരും ആയ ആളുകൾ എന്താണ്? അള്ളാന്റെ അടുക്കൽ ഉന്നതമായ സ്ഥാനമുള്ള ആളുകളാണ്. ഇനിയോ ഈ പറയപ്പെട്ട ആളുകൾ തമ്മാടിത്തം കൊണ്ടോ തോന്നിവാസം കൊണ്ടോ അറിയപ്പെട്ട ജീവികളോ വസ്തുക്കളോ അല്ല ഔലിയാക്കളും സാലിഹ്യങ്ങളും മലക്കുകളും കല്ലും മരവുമൊന്നും. എന്നാൽ അഹ്ലു സമാനിന, നമ്മുടെ കാലഘട്ടത്തിലുള്ള ആളുകൾ യദ്ഊന മഅല്ലാഹ്,
അവർ അള്ളാഹുവിനോടൊപ്പം ദുആ ചെയ്യുന്നത് മിൻ അഫ്സഖിൻ നാസി, ജനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ തമ്മാടികളെയാണ്. തമ്മാടി എന്നറിയാൻ കാരണം ഒന്നുകിൽ ഇവർ ശിർക്ക് പ്രോത്സാഹിപ്പിക്കുന്നു, ജാറം മുൻകൂട്ടി ഉണ്ടാക്കി വെക്കുന്നു, അല്ലെങ്കിൽ അതിനു വേണ്ട സംസാരങ്ങൾ നടത്തുന്നു, അവരെ പ്രൊമോട്ട് ചെയ്യാൻ വേറെ കുറെ ശൈത്താന്മാരെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ ആളുകൾ വയത് പറഞ്ഞത് ഇയാൾക്ക് ഇന്ന പോരിശുണ്ട് എന്ന് പറഞ്ഞെടുക്കുന്നു. അപ്പൊ ഇവരക്കാരാ? തമ്മാടികളാണ്. തമ്മാടി എന്നാൽ കൽപ്പനക്കെതിരെ പ്രവർത്തിക്കുന്നവെന്നാണ്. അള്ളാഹുവിന്റെയും റസൂലിന്റെയും ഖുർആാനിന്റെയും ഹദീസിന്റെയും കൽപ്പനകൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവനാണ് തമ്മാടി. അവൻക്കാണ് ഫാസിഖ് എന്നറിയാം. ഇവിടെ ഉപയോഗിച്ച വാക്ക് അഫ്സഖിന്നാസ്, ജനങ്ങളിൽ വെച്ച് പെരുന്തമ്മാടികളായ ആളുകളെയാണ് ഈ ആളുകൾ ദുആ ചെയ്യുന്നത്. അതുണ്ടാവും, അല്ലാത്തതും ഉണ്ടാവും. ഇത് സാലിഹ്യങ്ങളോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നത്, ഇവർ ബദരീങ്ങളോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നു. ബദരീങ്ങൾ ഫാസിഖല്ല. ബദരീങ്ങൾ നേരത്തെ പറഞ്ഞ ഔലിയാക്കന്മാരാണ്. മുഹമ്മദ് നബി ആരാധിക്കുന്നു, അതുണ്ട്. എന്നാൽ കൂടുതൽ ആരാ? നബിയോടോ ബദരീങ്ങളോടോ വിളിക്കുന്നതിനേക്കാൾ കൂടുതൽ മുക്കിന് എന്തുണ്ട്? ജാറങ്ങളുണ്ട്. ഈ ജാറങ്ങളിൽ കിടക്കുന്ന ആളുകളാരാ? പേരറിയാത്തവരാണ്. ഇപ്പൊ പൊന്നാനി ഒന്നുണ്ട്. പൊന്നാനി എന്താണ്? മൊനമ്പത്ത ബീവി. ഈ മൊനമ്പത്ത ബീവിനെ കുറിച്ച് ഒരു പാട്ടുണ്ടാക്കിയിട്ടുണ്ട് അക്കാലഘട്ടത്തിൽ. ഊരും പേരറിയില്ല, മശുഹൂറും കുറവില്ല, ബഹുമാനപ്പെട്ടവരൊക്കെ പെറ്റ നാടെന്നാണ്. അതായത് ഊരും പേരും അറിയില്ല. ഈ മൊനമ്പത്ത ബീവിന്റെ നാട് ഏതാണ്, പേരെന്താണ്? കാരണം കടലിൽ കൂടി ഒലിച്ചു വന്നൊരു ശവാണ്. ഇത് മുസ്ലിമാണോ ഹിന്ദു ആണോ ഏത് ജാതിയാണ് എന്നൊന്നും തിരിച്ചറിയാത്തൊരു സാധനം. ഏത് നാട്ടിൽ നിന്ന് അറിയില്ല. കടലിൽ കൂടി ഇങ്ങനെ ഒലിച്ചു വന്നപ്പോ അത് എടുത്തിട്ട് അവിടെ മൊനമ്പത്ത് ഒരു ജാറുണ്ടാക്കി. ഇവര് മധുരായിട്ട് പറയാണ് ഊരും എന്ന നാട്, ഊരും അറിയില്ല, പേരും അറിയില്ല, എന്നാൽ മഷഹൂർ ഒട്ടും കുറവില്ല. കാരണം എന്താ? ബഹുമാനപ്പെട്ടവരൊക്കെ പെറ്റ നാട് എന്നാണ്. ഈ നാട്ടിൽ ജനിച്ചവരൊക്കെ ബഹുമാനപ്പെട്ടവരാണ്. അപ്പൊ ബഹുമാനപ്പെട്ടവരുടെ നാട്ടിൽ കരക്കണിഞ്ഞ ശവമായതുകൊണ്ട് ഇതിന് ബഹുമാനമുണ്ട്. ആരാ ബഹുമാനപ്പെട്ടവർ? ഉമർ ഖാദി. ഏത് ഉമർ മൗലിയല്ല, പൊന്നാനി പണ്ടത്തെ ഉമർ ഖാദി, അതുപോലെ തന്നെ മഖ്ദൂമികൾ, ഇവരൊക്കെ ആരാ? ബഹുമാനപ്പെട്ടവരാണ്. ബഹുമാനപ്പെട്ടവരുടെ നാട്ടിലുള്ള പോരിശുണ്ട് എന്നാണ്. അപ്പൊ ഇങ്ങനെ ഊരും പേരും അറിയാത്ത, മുസ്ലിമാണോ എന്നറിയാത്ത, അതുപോലെ തന്നെ കുപ്പസ്വാമി എന്നോ കുപ്പുസ്വാമി എന്നോ പറയണ ഉടുക്കാതെ അർദ്ധനഗ്നനായി നടന്നിരുന്ന മുസ്ലിം അല്ലാത്ത ഒരു വ്യക്തി, അദ്ദേഹം ചത്തപ്പോ ഹിന്ദുക്കളാരേന്റെ പിന്നാലെ വന്നില്ല, മാപ്പിളാര് ഏൽപ്പിക്കാനായ ആൾക്കാർ ജാറുണ്ടാക്കി. അവിടെ ആ നാട്ടുകാരനായ ഒരു സെലഫിയുണ്ട്, ഒരു നദിവിയാണ്. അയാൾ അതിനെക്കുറിച്ച് ലേഖനം എഴുതിയിരുന്നു മുമ്പ്. അയാളെ നാട്ടുകാരനെ ആൾക്കറിയാം, ഈ കുപ്പസ്വാമിനെ അറിയാം, അവിടെ ഉണ്ടായ പ്രശ്നങ്ങളും അറിയാം. അപ്പൊ ഇങ്ങനെ തമ്മാടികളെ ആണ് പലപ്പോഴും ഇവർ ആക്കുന്നത്. വല്ലദീന യദ്ഊനഹും ഹുമുല്ലദീന യഹ്കൂന അൻഹും അൽ ഫുജൂറ മിനസ്സിന വസ്സിരിഖ വതർക്കി സ്വലാത്ത് വഗൈരി ദാലിക. ഇവർ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർ തന്നെ ഉദ്ധരിക്കുന്നു, അവർ വ്യഭിചാരം, കളവ്, നമസ്കാരം ഒഴിവാക്കുക, ഇതല്ലാത്ത തമ്മാടിത്തങ്ങൾ ചെയ്തവരാണ്. ഇപ്പൊ ലോകത്ത് ഇവിടെയുള്ള എല്ലാ ജാറങ്ങളിലുള്ള ആളുകളുടെ പേരിൽ മൗലൂദും പുസ്തകവും ഇവരെന്നെ എഴുതിയിട്ടുണ്ട്. വഹാബി എഴുതിയതല്ല, ഇവര് തന്നെ എഴുതിയ ഓരോ ജാറങ്ങളെക്കുറിച്ചുമുള്ള ബുക്കനുണ്ട്. ഓരോന്നിനെ കുറിച്ച് വേറെവരുണ്ട്. മൊത്തത്തിൽ വലിയ ജാറങ്ങളെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ, ജാറങ്ങൾ എന്താണ് പേരിൽ അതിൽ നടന്നിട്ട് അതിന്റെ ചരിത്രം എഴുതിയ പുസ്തകങ്ങൾ എത്രയുണ്ട്. അപ്പൊ അതിൽ തന്നെ അവർ ഉദ്ധരിക്കുന്നത് എന്താ? നിസ്കരിക്കാറുണ്ടായിരുന്നില്ല, മൂത്രമൊഴിച്ചാൽ കഴുകാറുണ്ടായിരുന്നില്ല, ഇതൊക്കെ ഇവരെ എഴുതിച്ചിട്ടുണ്ട്. നോമ്പ് വിൽക്കാറുണ്ടായിരുന്നില്ല, നോമ്പ് നോറ്റവനെ കൊണ്ട് ബീഡി വലിപ്പിച്ചു, ഇതൊക്കെ ഇവരെ എഴുതിച്ചാണ്. അപ്പൊ അത് വേറെ ആരും വരുന്നതല്ല. ഇങ്ങനെയുള്ള തോന്നിയ നിസ്കരിക്കാത്ത മുസ്ലിമാവോ? കാഫറാൻ. പിന്നെ കളവ് നടത്തി, അതുപോലെ തന്നെ വ്യഭിചാരത്തിൽ ഏർപ്പെട്ടു. ഇങ്ങനെ ഇവർ തന്നെ എഴുതിയ കഥകൾ ഉണ്ട്. അങ്ങനെയുള്ള തമ്മാടികളെയാകുന്നു ഇവർ വിളിച്ചാക്കുന്നത്. വല്ലദീ യഅ്തഖിദു ഫിസ്സാലിഹ് വല്ലദീ ലാ യഅ്സി മിത്ലൽ ഹസബി വൽ ഹജർ. അതുപോലെ തന്നെ സ്വാലിഹീങ്ങളിൽ വിശ്വസിക്കുന്നവൻ. വല്ലദീ ലാ യഅ്സി, അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് എതിരാവാത്തവും, മിത്ലിൽ ഹസബി വൽ ഹജർ, കല്ലും മരവും പോലുള്ള ഇത്തരം വസ്തുക്കളെയും അവരെ രണ്ടുണ്ട്. നേരത്തെ പറഞ്ഞ വള്ളി, നാട്ടുകല്ല്, ഇതുപോലെ കല്ലും വള്ളിയൊക്കെ ആരാധിക്കുന്ന അതുണ്ട്. ഇത് അഹ്വനു മിമ്മൻ യഅ്തഖിദു ഫീമൻ യുശാഹദു ഫിസ്ഖുഹു വഫസാദുഹു വയുശ്ഹദു ബിഹി. അപ്പോ ജാഹിലിയത്തിൽ ആളുകൾ സാലിഹ്യങ്ങളെ ആരാധിച്ചു, കല്ലും മരവും ആരാധിച്ചു. ഇവരെക്കാൾ ഗൗരവം കുറഞ്ഞതാണ് അവരുടെ ജാഹിലിയത്തിൽ ആളുകളുടെ വിശ്വാസം എന്ന് പറയുന്നത്. ഈ ആളുകൾ, ഇന്നത്തെ ആളുകളാകട്ടെ, യുശാഹദു ഫിസ്ഖുഹു, ഇവർ ചെയ്യുന്ന തമ്മാടിത്തങ്ങൾ കാണപ്പെടുന്നു. വഫസാദുഹു, അവരുടെ തകരാറുകൾ എന്ത് എന്നതും കാണപ്പെടുന്നതാണ്. വയുശ്ഹദു ബിഹി, അതുകൊണ്ട് സാക്ഷിയാക്കപ്പെടുന്നു, അല്ലെങ്കിൽ കാണപ്പെടുന്നുമൊക്കെ. അപ്പൊ കാണുന്ന സാക്ഷികളായ, സാക്ഷിയാക്കപ്പെടുന്ന ആളുകൾക്കറിയുന്ന, അവർ തന്നെ രേഖപ്പെടുത്തിയ തമ്മാടിത്തങ്ങൾ ചെയ്ത ആളുകളെയാണ് ഈ ആളുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഉടുക്കാത്ത തങ്ങൾ, മെഡിക്കൽ കോളേജിന്റെ അടുത്ത് തുണി ഉടുക്കാതെ നടക്കുന്ന ഒരാളുണ്ടായിരുന്നു, ചത്തുപോയി. മെഡിക്കൽ കോളേജിന്റെ അടുത്ത് മാവൂർക്ക് പോകുമ്പോ റഹ്മാനിയ സ്കൂൾ കഴിഞ്ഞിട്ട് ഇറക്കിറങ്ങുമ്പോ അവിടെ എപ്പോഴും കാണാം ഒരു വട്ടത്തിലുള്ള ഒരു സാധനം, റൗണ്ടിൽ ഒരു സാധനമുണ്ട്. പണ്ട് മരത്തിന്റെ, ഇപ്പൊ വേറൊരു കൊലത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. അയാൾ ഒരു തുണി എടുക്കൂല, ഒരു തുണി എടുക്കാത്ത മനുഷ്യൻ പള്ളിന്റെ അവിടെ ഉണ്ട്. ആളുകൾ ഒന്നും എടുത്ത് കാറി കുറച്ച് തുപ്പുന്ന വെള്ളം എടുത്തിട്ട് കുടിക്കുന്നു. അയാൾ വില തങ്ങളാണ്, ഭ്രാന്തനാണ്. അഭിജാതി ഭ്രാന്തന്മാരെ അയാളെ പണ്ടേരല്ല, അയാൾക്ക് ഭ്രാന്താണ്. ഭ്രാന്തായ ഇയാളെ വലിയ ഔലിയാക്കിയാലോ. ഇപ്പൊ ഈ മണ്ണാർക്കാട് ഭാഗത്തുള്ള കൊടക്കാട് തങ്ങൾ എന്നറിയപ്പെടുന്ന ആറ്റക്കോയ എന്ന് പറയുന്ന ഹാമിദ് അലിയുടെ പേര് ആറ്റക്കോയ പിന്നുണ്ടാക്കിയാണ്, തങ്ങളാൻ വേണ്ടിയിട്ട്. പോയാൽ തങ്ങളാവല്ലോ. ഈ കൊടക്കാട് തങ്ങൾ
അയാളെ ഇപ്പൊ അടുത്തിട്ട് വന്നില്ലേ, ഈ തേന് കൊടുത്തിട്ട് ആൾക്കാരോട് പറഞ്ഞു, അക്കൂട്ടത്തിൽ ഹിന്ദുക്കളുണ്ട്, ഹിന്ദുക്കൾ പറഞ്ഞു നിങ്ങള് ഗുരുവായൂരപ്പനെ ഓർത്തിട്ട് തേൻ കുടിച്ചാൽ മതി. അപ്പൊ ഈ ജാതി തെമ്മാടികളെയാണ് എന്ത് ചെയ്യുന്നത്, ഇന്നത്തെ ആളുകൾ അള്ളാഹുവിന്റെ ആളുകളായി ഔലിയാക്കന്മാരായി വിശ്വസിക്കുന്നത്. ആരാധിക്കുന്ന സന്ദർഭവും ആരാധിക്കപ്പെടുന്ന ആളുകളും തമ്മിലുള്ള വ്യത്യാസം. ജാഹിലിയത്തിലുള്ള ആളുകൾ എന്താണ്, ഔലിയാക്കളും മലക്കുകളും സാലിഹ്യങ്ങളാണ്. അവർ ബഹുമാനിക്കപ്പെടേണ്ട ആളുകളാണ്. ഈ കല്ലും മരവും അതിനെ നിന്ദിക്കേണ്ട കാര്യമല്ല, കാരണം അള്ളാന്റെ സൃഷ്ടിയാണ്, പാപം ചെയ്യുന്ന വസ്തുവല്ല, നമുക്ക് ഉപകാരപ്പെടും. എന്നാൽ ഈ പറയുന്ന ഇവരെ കൂട്ടത്തിൽ അമ്പിയാക്കളെയും ഔലിയാക്കളെയും അല്ലാതെ അതിന്റെ പുറത്ത് പ്രാർത്ഥിക്കപ്പെടുന്ന ഈ ആളുകൾ ഒരു പാപികളാണ്. ഈ ആളുകളെ ബഹുമാനിക്കുക എന്ന് പറയുന്നത്, തമ്മാടിയെ ബഹുമാനിക്കുക എന്ന് പറയുന്നത് കുറ്റകരമായ കാര്യമാണ്. ഈ ആളുകളെ എങ്ങനെ കോടതിയിൽ വിധേയമാക്കുകയാണെങ്കിൽ ഇവർക്ക് ഇസ്ലാമിന്റെ ശിക്ഷാ നടപടി വിധേയമാക്കണം. അപ്പൊ ഹദ് നടപ്പിലാക്കേണ്ട ആളുകളെയാണ് ഇവർ ബഹുമാനിക്കുന്നത്. ഇനി ജാഹിലിയത്തിൽ ആളുകൾ വിളിച്ചു പ്രാർത്ഥിച്ച കൂട്ടത്തിൽ അവരെ അവർ ബഹുമാനിക്കുന്നു. ശിർക്ക് എന്ന കാര്യം ഒഴിവാക്കിയാൽ, ശിർക്ക് എന്ന കാര്യം ഒഴിവാക്കുകയാണെങ്കിൽ ആ ബഹുമാനം നല്ലതാണ്. കാരണം എന്താ, നല്ല മനുഷ്യന്മാരെയാണ് ബഹുമാനിച്ചത്. ശിർക്ക് ചെയ്തു എന്നുള്ളത് ആ ബഹുമാനം ശിർക്കാണ്, വലിയ ശിർക്കാണ്, ഇസ്ലാമിൽ പുറത്തു പോകുന്നതാണ്. എന്നാൽ അതേ സ്ഥാനത്ത് ഇവര് ബഹുമാനിച്ചത് ശിക്ഷിക്കപ്പെടേണ്ട, അടി കിട്ടേണ്ട, കയ്യ് വെട്ടേണ്ട, 100 അടിക്കും എറിഞ്ഞു കൊല്ലാനൊക്കെ വകുപ്പുള്ള ആളുകളെയാണ് ഇന്നത്തെ ആളുകൾ ഔലിയാക്കന്മാരായി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ ചുരുക്കത്തിൽ ഇവർ രണ്ടു കൂട്ടരും ഒരുമിക്കുന്ന ഒരു സംഗതി ഉണ്ട്. അതേതാ, രണ്ടു കൂട്ടരും ചെയ്തത് ശിർക്കാണ്. രണ്ടും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ശിർക്കാണ്. അതിൽ യോജിക്കുന്നു. എന്നാൽ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ രണ്ട് മേഖലകളിലും ഈ ആളുകൾ വിയോജിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അവർ തമ്മിൽ യോജിപ്പില്ല. യോജിക്കുന്ന ഒരു മേഖലയുള്ളൂ. അവർ ചെയ്തതും ശിർക്കാണ്, ഇവർ ചെയ്തതും ശിർക്കാണ്. പക്ഷെ അതിന്റെ ഖനം നോക്കുമ്പോ, വെയിറ്റ് നോക്കുമ്പോ എന്താണ്, അവരുടേത് ലഘുവാണ്, ഇവരുടേത് ഗൗരവപ്പെട്ടതാണ്. രണ്ടും ഇസ്ലാം പുറത്തു. പിന്നെ ഈ പറഞ്ഞ അന്തരങ്ങളും. ഇതുകൊണ്ടാണ് ശൈഖ് പറഞ്ഞത് ആരാണ് കൂട്ടത്തിൽ മെച്ചം. കൂട്ടത്തിൽ വെച്ചാൽ ശിർക്കിൽ അഹഫായത്. അപ്പൊ അവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെയൊക്കെ ആയിട്ടും ഈ കൊടിയ മുശ്രിക്കുകൾ എന്ന് എല്ലാ സലഫി പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ള ഈ ആളുകളെ ഇവരും മുസ്ലിങ്ങളാണ് എന്ന് പറയുകയും അതിന് ക്ലാസ് എടുക്കുകയും അതിന് യൂട്യൂബിലും ഈ വാട്സപ്പിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയകളിലൂടെ ഒക്കെ ഇങ്ങനെ അതിനുവേണ്ടി സമയവും ഊർജവും ചെലവാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി എഴുതിയും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ഗതി എന്താണ്? എങ്ങനെ ഈ ആളുകളുടെ ശിർക്കല്ല, അവർക്ക് എതിറുണ്ട്, അവർ മുസ്ലിങ്ങളായി പരിഗണിക്കണം എന്ന് പറയാൻ എന്ത് വകുപ്പാണുള്ളത്? അങ്ങനെയാണെങ്കിൽ ഈ എതിർ കൊടുക്കേണ്ടത് ആർക്കാ? ഇവിടുത്തെ ഖുറാഫി ഖുർആൻ ഓതുന്നു, ഹദീസ് ഓതുന്നു, ഖുർആൻ ഹിഫ്ളാക്കിയിട്ടുണ്ട്, ഹദീസ് ഹിഫ്ളാക്കിയിട്ടുണ്ട്, അറബിയിൽ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, ഇതൊക്കെ അറിയാം, ഖുത്ബ നടത്തുന്നു, ദർസ് നടത്തുന്നു, ഇമാമത്തുക്കുന്നു. ഈ ആളുകൾക്ക് എതിർ കൊടുക്കാമെങ്കിൽ ഇവിടുത്തെ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും എന്തുകൊണ്ട് എതിർ കൊടുത്തുകൂടാ? ഓല കാപ്പറാന്ന് പറയാൻ പറ്റുമോ? ഓൻ ഖുർആൻ ഓദിക്കണോ, ഹദീസ് ഓദിക്കണോ? പാരമ്പര്യമായിട്ട് ഏതെങ്കിലും മുസ്ലിമിന്റെ മകനായി ജനിച്ചവനാണോ? അല്ലതൊന്നുമല്ല. അപ്പൊ അങ്ങനെ എതിർ കൊടുക്കുകയാണെങ്കിൽ ഇവിടുത്തെ മുഴുവൻ ഹിന്ദുക്കൾക്കും എതിറുണ്ട്. അവരെക്കുറിച്ച് കാഫിർ എന്ന വാക്ക് ഉപയോഗിക്കാൻ പാടില്ല. ഇവരുടെ മതപ്രകാരം മുശ്രിക്ക് എന്ന വാക്ക് ഉപയോഗിക്കില്ല. ഈ പറയുന്ന ശവത്തെ ആരാധിക്കുന്ന കെലിമ ചൊല്ലിയ മാപ്പിളമാർക്ക് അവരെ മുസ്ലിമാക്കാൻ വകുപ്പുണ്ടെങ്കിൽ മറ്റവരെ മുസ്ലിമാക്കണ്ട. കാഫിർ എന്ന് വിളിക്കുന്ന അന്യായല്ലേ? കാരണം എന്തൊന്നും പഠിച്ചില്ല, പിന്നെ അവൻ അങ്ങനെ കാഫർ എന്ന് വിളിക്കാം. ഇവൻ തിരിഞ്ഞില്ല എന്നറിയും. തിരിയാത്തത് കൊണ്ട് അവൻ എതിർ. പിന്നെ അങ്ങനെ ഇവൻ തിരിയാത്ത ഇതൊന്നും അറിയാത്ത കാഫറിന് തിരിയോ? എന്നാ പിന്നെ ഇവിടുത്തെ ജൂതനും ക്രിസ്ത്യാനിക്കും, ജൂതം പോട്ടെ, ഇവിടെ ജൂതനിലായിരിക്കും, ഇവിടെയുള്ള ക്രിസ്ത്യാനി, അതുപോലെ തന്നെ മുസ്ലിങ്ങളല്ലാത്ത മറ്റു മതക്കാർ